7 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അരുൺ ആനന്ദിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെ യുവതിക്കും അരുണിനുമെതിരെ നിരവധി സംശയങ്ങൾ ഉയർന്നിരുന്നു. ഭർത്താവ് ബിജുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ബന്ധുവായ അരുണിനൊപ്പം ഭർത്താവ് മരിച്ച 3-ാം ദിവസം യുവതി പോയതെന്തിനെന്നും കുഞ്ഞുങ്ങളെ പൈശാചികമായി മർദ്ദിച്ചിട്ടും ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടും എന്തുകൊണ്ട് യുവതി ഇയാളുടെ കൂടെ തന്നെ താമസിച്ചുവെന്നതൊക്കെ സംശയത്തിനിടയാക്കിയിരുന്നു. ഇപ്പോൾ യുവതിക്കും അരുണിനും ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നെന്ന തരത്തിൽ സൂചനകൾ വരുന്നു. മിക്ക ദിവസങ്ങളിലും രാത്രി 11 മണിക്ക് കുഞ്ഞുങ്ങളെ വീട്ടിൽ തനിച്ചാക്കി ഇരുവരും ഇറങ്ങും. തിരികെ എത്തുന്നത് പുലർച്ചെ 5 മണിക്കായിരുന്നു. രാത്രികാലങ്ങളിൽ ഇരുവരും നടത്തിയിരുന്ന യാത്രകളെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ലഹരി മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള അരുൺ ആനന്ദ് ലഹരി വസ്തുക്കൾ കൈമാറുന്നതിന് യുവതിയെ മറയാക്കിയിരുന്നു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അരുണിന്റെ കാറിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കളും സംശയം വർദ്ധിപ്പിച്ചു. കാറിലായിരുന്നു അരുണിന്റെയും യുവതിയുടെയും യാത്രകൾ. 2 മക്കളെയും രാത്രി വീട്ടിൽ തനിച്ചാക്കി വീട് പൂട്ടിയ ശേഷം രാത്രി 11 മണിയോടെയാണ് യുവതി അരുണിനൊപ്പം പുറത്തിറങ്ങുക. പുലർച്ചെ 5 മണിയോടെ ഇരുവരും തിരിച്ചെത്തും. ഈ സമയം അരുൺ മദ്യപിച്ച് അവശനായ നിലയിലായിരിക്കും. യുവതിയാണ് ഡ്രൈവ് ചെയ്യുക. തൊടുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ നഗരത്തിൽ നടത്തിയ പെട്രോളിങ്ങിനിടെ പലപ്പോഴും ഇവരെ കണ്ടിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാറിനുള്ളിൽ നിന്ന് പുതിയ മഴുവും മദ്യക്കുപ്പിയും ഡിക്കിയിൽ നിന്ന് 2 വലിയ പ്രഷർ കുക്കറും ബക്കറ്റും പാറക്കല്ലുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. കാറിനുള്ളിൽ മഴു സൂക്ഷിച്ചിരുന്നതിനെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. അരുണിന്റെ കാറിനുള്ളിൽ കണ്ടെത്തിയ രക്തക്കറ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു. തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കാറുള്ളത്. തൊടുപുഴയിൽ അരുൺ ആനന്ദുമായി അടുപ്പം പുലർത്തിയിരുന്നവരും നിരീക്ഷണത്തിലാണ്. തൊടുപുഴ മേഖലയിലെ ഒരു സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഉടമയുമായി അരുൺ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും ഇയാളുമൊത്ത് അരുൺ പതിവായി മദ്യപിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇയാളുമായി അരുണിന് പണമിടപാടുകളും ഉണ്ടായിരുന്നതായും തെളിവ് ലഭിച്ചിട്ടുണ്ട്. അരുണും യുവതിയും നഗരത്തിലെ ഒരു ബാർ ഹോട്ടലിൽ രാത്രികാലങ്ങളിൽ സ്ഥിരമായി എത്തിയിരുന്നു. ഇവിടെ വെച്ച് പലതവണ വഴക്കിട്ടിരുന്നു. ഒരിക്കൽ അരുൺ യുവതിയുടെ കരണത്തടിച്ച വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേരളക്കരയെ നടക്കുന്ന പീഡനങ്ങളാണ് 7 വയസ്സുകാരനായ ആ കുഞ്ഞ് അനുഭവിച്ചിരുന്നത്. ദേഹമാസകലമായിരുന്നു ആ കുഞ്ഞു ശരീരത്തിലെ പരിക്കുകൾ. പക്ഷേ അവന്റെ ജീവൻ എടുത്തത് തലയോട്ടിയിലെ പരിക്കായിരുന്നു. അമ്മയുടെ സുഹൃത്തായ അരുൺ ആനന്ദ് എടുത്തെറിഞ്ഞതിലാണ് കുട്ടിയുടെ തലയോട്ടിക്ക് ക്ഷതം സംഭവിച്ചത്. കഴിഞ്ഞ മാസം 28-ന് അർദ്ധരാത്രിയാണ് 7 വയസ്സുകാരൻ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. 7-ഉം 3-ഉം വയസ്സുള്ള 2 കുട്ടികളെയും വീട്ടിൽ അടച്ചുപൂട്ടി അരുണും യുവതിയും പുറത്തുപോയി. രാത്രി വൈകി ഇരുവരും തിരിച്ചെത്തിയപ്പോൾ ഇളയ കുട്ടി സോഫയിൽ മൂത്രമൊഴിച്ചത് അരുണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 3.5 വയസ്സുള്ള ഇളയ കുഞ്ഞിന്റെ പ്രാഥമിക കാര്യങ്ങളടക്കം എല്ലാം ശ്രദ്ധിക്കാൻ 7 വയസ്സുകാരനെയാണ് അരുൺ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇത് നേരാവണ്ണം ശ്രദ്ധിക്കാതെ പോയതാണ് അരുണിനെ ചൊടിപ്പിച്ചത്. ശേഷം കുട്ടിയെ മൃഗീയമായി ഉപദ്രവിക്കുകയായിരുന്നു. എന്നാൽ അന്ന് കുട്ടികൾക്ക് ഒന്നും കഴിക്കാൻ പോലും നൽകിയിരുന്നില്ല. അങ്ങനെ പട്ടിണിയിലായിരുന്നു 2 പേരും. ഇത് ഏറെ വേദനാജനകമായി. കലിതീരും വരെ കുഞ്ഞുങ്ങളെ അരുൺ തല്ലി. കുട്ടിയെ നിരവധി തവണ നിലത്തിട്ട് ചവിട്ടിയ അരുൺ കുട്ടിയെ കാലുവാരി നിലത്തടിച്ചു. അലമാരിയുടെ ഇടയിൽ വെച്ച് ഞെരിക്കുകയും പാവകണക്കെ വലിച്ചെറിയുകയും ചെയ്തു. അലമാരിയിൽ ചെന്ന് ശക്തിയായി കുട്ടിയുടെ തലയിടിച്ചു. ആ അടിയിൽ കുട്ടിയുടെ തലയൊട്ടി നെടുകെ പൊട്ടുകയായിരുന്നു. ഇങ്ങനെയാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരനെ കൊല്ലും വിധമായിരുന്നു മർദ്ദനമെന്ന് ഇളയ കുഞ്ഞും മൊഴി നൽകി. പുലർച്ചെ 3:30-ഓടെ രക്തത്തിൽ കുളിച്ച നിലയിൽ കുട്ടിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ അരുണും യുവതിയും കൂടി എത്തിച്ചു. കളിക്കുന്നതിനിടെ സോഫയിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ഇരുവരും ആശുപത്രി അധികൃതരെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.